നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. അമ്മയുടെ പാദത്തിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അല്ലയോ അമ്മേ, ഞാൻ തപസ്സിനായി പോകുന്നു. അമ്മ എപ്പോഴാണോ എന്നെ സങ്കല്പിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ വന്ന് അമ്മയുടെ ആജ്ഞയെ പരിപാലിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് വ്യാസൻ പോയി. അങ്ങനെ തൻ്റെ അമ്മ മുക്കുവ രാജാവിൻ്റെ മകളാണ്. യമുനാ നദിയിലെ വഞ്ചി തുഴയുന്ന ആളുകളെ, വഴിയാത്രക്കാരെ യമുനയുടെ അക്കരയും ഇക്കരയും കൊണ്ടെത്തിക്കുന്ന വഞ്ചിക്കാരിയാണ് തൻ്റെ അമ്മ, കാളിയാണ് തൻ്റെ അമ്മ എന്ന് പറഞ്ഞു വെച്ചു. അദ്ദേഹമാണ് മഹാബ്രാഹ്മണൻ. എല്ലാ ആളുകളും ഈ പരമാത്മാവിൻ്റെ ബന്ധാവിലേക്ക് നടക്കുന്ന ആളുകൾ, സാധനയുടെ മാർഗത്തിലൂടെ നടക്കുന്ന ആളുകൾ എല്ലാവരും മഹാഗുരുവായി പൂജിക്കുന്നത് കാളിയുടെ മകനായ വേദവ്യാസനെയാണ്. അദ്ദേഹമാണ് വേദവ്യാസൻ, നമുക്ക് വേദം പകർന്നു തന്നയാൾ. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ആ കഥ അദ്ദേഹം മഹാഭാരതത്തിന്റെ തുടക്കത്തിലേ പറഞ്ഞു വെച്ചു. അത് തന്നെ, ഈ ആശയം തന്നെ പലതവണ പല പ്രകാരത്തിൽ വ്യാസൻ ആവർത്തിക്കുന്നുണ്ട്. അതിനാൽ ആർക്കും ഇതിന്റെ പേരിൽ ഒരു ദുരാരോപണവും ഹിന്ദുത്വത്തിന്റെ പുറത്ത് അടിച്ചേൽപ്പിക്കാനാവില്ല. വേണ്ടത് നമ്മുടെ ഗ്രന്ഥങ്ങളെ നേരായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രം. എന്നിട്ട് യുധിഷ്ഠിരൻ വീണ്ടും തുടർന്ന് പറയും, വൃത്തം യത്നേന സംരക്ഷ്യം. സൽസ്വഭാവം ഉണ്ടല്ലോ, സത്തിൽ നിളകാത്തതായ ചിന്തകളും പ്രവൃത്തികളും, അതിനെ വളരെയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് സംരക്ഷിക്കണം. ജീവിതത്തിൽ പല പ്രകാരത്തിലുള്ളതായ സാഹചര്യങ്ങളുണ്ടാകും. ആ സാഹചര്യങ്ങൾ വന്നു വീഴുമ്പോഴേക്കും ഈ സത്സ്വഭാവത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചു പോകരുത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. അതിനനുസരിച്ച് വേണം എല്ലാ സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ. ഒരു സാഹചര്യത്തിന്റെ മുന്നിൽ നിന്നിട്ടും ഒളിച്ചോടാൻ പാടില്ല. കൈകാര്യം ചെയ്തിരിക്കണം, വിജയകരമായി കൈകാര്യം ചെയ്തിരിക്കണം. പക്ഷേ അത് ഈ സ്വഭാവ വിശുദ്ധിയിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം. അതാണ് വളരെ പ്രയത്നപൂർവകമായിട്ട് ഈ സത്സ്വഭാവത്തെ എല്ലാവരും രക്ഷിക്കണം. വിശേഷിച്ചും ഈ സത്സ്വഭാവത്താൽ, സത്സ്വഭാവത്തിന്റെ പൂർണ്ണതയാൽ ബ്രഹ്മജ്ഞാനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളയാള് വളരെയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് ഈ സത്സ്വഭാവത്തെ സംരക്ഷിക്കണം. ബ്രാഹ്മണേന വിശേഷതഃ, സത്സ്വഭാവമുള്ളവനാണ് ബ്രാഹ്മണൻ. അങ്ങനെയുള്ള ബ്രാഹ്മണൻ വിശേഷിച്ചും ഈ സത്സ്വഭാവത്തെ സംരക്ഷിക്കണം. അക്ഷീണവൃത്തോ നക്ഷീണോ വൃത്തതസ്തു ഹതോഹതഃ. ഒരാള് പല പ്രകാരത്തില് സമ്പത്ത് കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും അധികാരമൊക്കെ കൊണ്ടും ക്ഷയിച്ചു എന്നിരിക്കട്ടെ. ഭൗതികമായി നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് നഷ്ടങ്ങൾ നിരന്തരം പറ്റിയിരിക്കുന്നു എന്ന് കരുതട്ടെ. പക്ഷേ അയാളുടെ സ്വഭാവം അക്ഷീണമാണെങ്കിൽ, അക്ഷീണവൃത്തഃ, സ്വഭാവം ക്ഷീണിക്കാതിരുന്നു കഴിഞ്ഞാൽ, പരമാത്മാവിൽ തന്നെ ഉറച്ച സത്സ്വഭാവമായിരുന്നാൽ ഒരിക്കലും അയാൾ ക്ഷീണിതനല്ല. സമ്പത്ത് വരും പോകും, സ്ഥാനമാനങ്ങൾ വരും പോകും, അധികാരം വരും പോകും. അതൊക്കെ ലോകത്തിന്റെ സ്വഭാവം. കാലം നിശ്ചലമല്ല, കാലം പ്രവഹിച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. ആരാ ഇങ്ങനെ സമ്പത്ത് കുറയുമ്പോൾ, സ്ഥാനമാനങ്ങൾ കുറയുമ്പോൾ തകർന്ന് അടിഞ്ഞു പോകുന്നത്? നല്ല സ്വഭാവമില്ലാത്ത ആളുകളാണ്. അവർ തകർന്നു പോകും. പക്ഷേ
നല്ല സ്വഭാവമുള്ള സത്സ്വഭാവിയായിട്ടുള്ളയാൾ, അയാളാണ് ബ്രാഹ്മണൻ. അയാൾ ചണ്ടാളന്റെ മകനായിരിക്കാം, അയാളാണ് ബ്രാഹ്മണൻ. അതാണ് മുഖസ്ത്രീയുടെ മകൻ, അദ്ദേഹമാണ് ബ്രാഹ്മണൻ. കയ്യില് കോടാനുകോടികളുടെ ബാങ്ക് ബാലൻസ് ഉണ്ടാകണമെന്നൊന്നുമില്ല, ഒന്നും വേണ്ട, 5 പൈസ പോലും വേണ്ട. പക്ഷേ അക്ഷീണവൃത്തിയാണ്. സത്സ്വഭാവത്തിന് യാതൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ളയാള് ഒരിക്കലും ക്ഷീണിതനാവില്ല. നക്ഷീണഹ, ഒരിക്കലും ക്ഷീണിതമാവില്ല. അദ്ദേഹം മറ്റെന്തൊക്കെ ഭൗതിക സാഹചര്യങ്ങളിൽ മാറ്റം വന്നു കഴിഞ്ഞാലും അതേ പ്രഭാവത്തോടു കൂടിയിട്ട്, സൂര്യതുല്യമായ മഹത്വത്തോടു കൂടിയിട്ട് സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുക തന്നെ ചെയ്യും. ഹിമാലയത്തിലെ ഗിരിഗഹ്വരങ്ങളിൽ ഇരുന്ന് തപസ് ചെയ്ത ഋഷിമാരുടെ പാദങ്ങളിലാണ് നമ്മുടെ നാട്ടിലെ രാജാക്കന്മാർ നമസ്കരിച്ചിരുന്നത് എന്ന് ഓർക്കണം. മഹത്വം മഹാതപസ്സിന്റെ ഉടമകൾക്കാണ്. അക്ഷീണമായിരിക്കുന്ന സ്വഭാവത്തിന്റെ ഉടമകൾക്കാണ്. അതുകൊണ്ട് അതറിയുന്നവരായ രാജർഷിമാര് ആ മഹാതപസ്വികളെ നമസ്കരിച്ചിരുന്നു. അവർക്ക് എന്തുണ്ട്? ഉടുക്കാൻ മരവുരി, കുടിക്കാനായിട്ട് വെള്ളം, അത് കമണ്ടലുവിൽ കൊണ്ട് നടക്കും. ഇതല്ലാതെ വേറൊന്നും അവരുടെ കയ്യിലില്ല, വേറൊന്നും അവർക്ക് വേണ്ട. അങ്ങനെയുള്ള ആളുകൾ അന്നും രാജാക്കന്മാരാൽ ബഹുമാനിതരായി ലോകത്തിന് അനുഗ്രഹം ചൊരിഞ്ഞു നിന്നു. അതാണ് സ്വഭാവത്തിന് പതനമുണ്ടായില്ലെങ്കിൽ ഒരിക്കലും ഒരു പ്രകാരത്തിലും പതനം ഉണ്ടാവില്ല. എന്നാൽ ഒരാളുടെ സ്വഭാവം നഷ്ടപ്പെട്ടു പോയാലോ, വൃത്തതസ്തുഹതഃ, ഒരാളുടെ വൃത്തം സൽസ്വഭാവം നഷ്ടപ്പെട്ടു പോയി എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ സൽസ്വഭാവം ആദ്യമേ തന്നെ ഉണ്ടായില്ല എന്ന് വെച്ചോളൂ, ആദ്യമേ തന്നെ ദുസ്വഭാവമാണെന്ന് വെച്ചോളൂ, ഇല്ലെങ്കിൽ കുറേ ദൂരം സൽസ്വഭാവത്തിൽ മുന്നേറി എന്നിട്ട് എന്തെങ്കിലും ചില സാഹചര്യങ്ങളിൽ അത് കൈമോശം വന്നുപോയി എന്ന് വെച്ചോളൂ, എങ്കിൽ അയാൾ ഹതഹ, അയാൾ കൊല്ലപ്പെട്ടു. അയാൾ ഈ ഭൂമുഖത്ത് നിസ്സാരനായി തീർന്നു. ശരീരം കൊണ്ട് ജീവിക്കുന്നുണ്ടാകാം, ശ്വസിക്കുന്നുണ്ടാകാം. അപ്പോൾ ശ്വസിക്കുന്നുണ്ട് എന്ന് വരുമ്പോഴേക്കും നാം ആ ആളിന് ജീവനുണ്ട് എന്ന് പറയും. അങ്ങനെ ജീവനുള്ള ആൾ തന്നെ, പക്ഷേ സ്വഭാവം നഷ്ടപ്പെട്ടതോടുകൂടി, സൽസ്വഭാവം നഷ്ടപ്പെട്ടതോടുകൂടി അയാൾ മരിച്ചതിന് തുല്യമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ളത് സൽസ്വഭാവമാണ് എന്ന് വ്യാസന്റെ മുൻ വാക്കായിട്ട് നാം ഇവിടെ കേൾക്കുന്നു, യുധിഷ്ഠിരനിൽ കൂടി കേൾക്കുന്നു. പഠകാഹ പാഠകാശ്ചൈവ യേ ചാന്യേ ശാസ്ത്രചിന്തകാഹ സർവേ വ്യസനിനോ മൂർഖ യഃ ക്രിയാവാൻ സ പണ്ഡിത. വളരെയേറെ പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വളരെയേറെ പഠിച്ച് അങ്ങനെ തന്റെ ബുദ്ധിയെ ഏറ്റവും വലിയൊരു എൻസൈക്ലോപീഡിയ ആക്കി വെച്ചിട്ടുണ്ട് ഒരാൾ എന്ന് കരുതുക. അതുകൊണ്ട് അയാള് പണ്ഡിതനാവില്ല. പണ്ഡിതനാവണമെങ്കിൽ എന്തു വേണം? അയാള് സത്സ്വഭാവമുള്ളവനായിരിക്കണം. അല്ലെങ്കിലോ അയാൾ വെറും മൂർഖനാണ്. യാതൊരു സംശയവും വേണ്ട. വളരെയേറെ പഠിച്ചിട്ടുണ്ട്, അത് പ്രവർത്തിപ്പിക്കാൻ അറിയില്ല. ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ അറിയില്ല. അതിനെ പ്രവർത്തിപ്പിക്കുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കരുതിക്കൊള്ളുക. തനിക്ക് സ്ഥാനമാനവും അധികാരവും ഒക്കെ പിൻവാതിലിലൂടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കരുതിക്കൊള്ളുക. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അറിവുകൾ വിനിയോഗിക്കുന്നതെന്ന് കരുതിക്കൊള്ളുക. എങ്കിൽ അയാൾ ഒരിക്കലും പണ്ഡിതനല്ല, അയാള് മൂർഖനാണ് എന്നറിയുക. അതേപോലെ പാഠകാശ്ചൈവ, പാഠകന്മാർ, പഠിപ്പിക്കുന്ന ആളുകൾ. പണ്ഡിതന്മാരെല്ലാവരും പഠകാഹ, നല്ലവണ്ണം പഠിച്ചിട്ടുള്ള ആളുകൾ, അവരെല്ലാവരും പഠിപ്പിക്കുന്ന ആളുകളാകണമെന്നില്ല. പഠകാഹ പാഠകാശ്ചൈവ, നല്ലവണ്ണം പഠിച്ചിട്ടുള്ള ആളുകൾ പഠകന്മാർ. പിന്നെയോ പാഠകന്മാർ, പഠിപ്പിക്കുന്ന ആളുകൾ. ഗംഭീരമായിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് മാത്രം ഒരാൾ പണ്ഡിതനാവില്ല. പണ്ഡിതനാകണമെന്നുണ്ടെങ്കിൽ സത്പ്രവൃത്തി ഉണ്ടായിരിക്കണം. അയാൾ ചെയ്യുന്നതായ ഈ അധ്യാപന പ്രക്രിയ ലോകത്തിന്, സമൂഹത്തിന് ഹിതങ്കരമായി മാറണം. അതേപോലെ തന്നെ ഏചാന്യേ ശാസ്ത്രചിന്തകാഹ, വിവിധങ്ങളായ ശാസ്ത്രങ്ങൾ, ഭൗതിക ശാസ്ത്രങ്ങളായിക്കൊള്ളട്ടെ, അധ്യാത്മശാസ്ത്രങ്ങളായിക്കൊള്ളട്ടെ,
സാമൂഹിക ശാസ്ത്രങ്ങളായിക്കൊള്ളട്ടെ, അത്തരം ശാസ്ത്രത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗവേഷണം ചെയ്യുന്ന ആളുകൾ, അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്ന ആളുകൾ, അവരായാലും അവരുടെ ആ അറിവുകളെല്ലാം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് പ്രയോഗിക്കാനാകണം. ഇല്ലെങ്കിൽ ഈ പണ്ഡിതന്മാരും ഈ പഠിപ്പിക്കുന്ന സമർത്ഥരായ അധ്യാപകരും അതേപോലെ തന്നെ ശാസ്ത്രകാരന്മാരുമെല്ലാം മൂർഖന്മാരായിരിക്കും. അവർ പണ്ഡിതന്മാരായി ആദരിക്കപ്പെടുന്നത് ക്രിയാവാൻ സ പണ്ഡിത, യഹ് ക്രിയാവാൻ സ പണ്ഡിത. ആരാണോ ഈ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ലോകഹിതാർത്ഥമായിട്ട് ഭംഗിയായി പ്രയോഗിക്കുന്നത്, അവനാണ് പണ്ഡിതൻ. പണ്ഡിത ശബ്ദത്തിൻ്റെ ശരിയായ അർത്ഥം ബ്രഹ്മജ്ഞാനി എന്ന് തന്നെയാണ്. രണ്ടക്ഷരം അറിയുന്ന ആളുകളെയൊക്കെ ഇപ്പോൾ നമ്മൾ പണ്ഡിതൻ എന്ന് പറയും. പണ്ഡിതൻ എന്നുള്ള ശബ്ദത്തിന് ആ അർത്ഥമില്ല. പിന്നെയോ ബ്രഹ്മജ്ഞാനം ആർക്കാണോ ഉള്ളത് അയാളാണ് പണ്ഡിതൻ. താൻ പഠിച്ച വിദ്യ ലോക നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള മനസ്സിൻ്റെ വൈപുല്യം, മനസ്സിൻ്റെ സ്വച്ഛത, നിസ്വാർത്ഥത ആർക്കാണോ ഉള്ളത് അയാളാണ് പണ്ഡിതൻ. പഠിച്ച കാര്യങ്ങൾ ലോക നന്മയ്ക്ക് വേണ്ടി പ്രയോഗിക്കപ്പെട്ടിരിക്കണം. ചതുർവേദോപി ദുർവൃത്തഃ സ ശൂദ്രാത് അതിരിച്ചതേ. ഒരാൾ 4 വേദങ്ങളും പഠിച്ചിട്ടുണ്ട് എന്ന് കരുതുക. പക്ഷേ വേദങ്ങളെല്ലാം പഠിച്ചു, ഭംഗിയായിട്ട് അതെല്ലാം ചൊല്ലും, ആരെയും അമ്പരപ്പിക്കുന്ന പ്രകാരത്തിൽ അത് വ്യാഖ്യാനിക്കും ഒക്കെ ആണെങ്കിലും അയാൾ ദുർവൃത്തനാണെങ്കിൽ, മോശമായ പ്രവൃത്തി മാത്രമേ അയാളുടെ കയ്യിലുള്ളൂ, ലോകോപദ്രവം മാത്രമേ അയാളുടെ കയ്യിലുള്ളൂ, അങ്ങനെ ഹീനമായ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ സശൂദ്രാത് അതിരിച്ചതേ, അയാൾ ശൂദ്രനേക്കാളും ചണ്ടാളനേക്കാളും വളരെയേറെ മോശ പദവിയിൽ പെട്ടുപോയ ആളാണ്. അതുകൊണ്ട് വേദം പഠിച്ചു എന്നതുകൊണ്ട് മാത്രം ആരും പണ്ഡിതനാവില്ല, ആരും ബഹുമാന്യനാവില്ല, ആരും ബ്രാഹ്മണനും ആവില്ല. പിന്നെയോ നല്ല വൃത്തത്തോട് കൂടിയവനായിരിക്കണം. ദുർവൃത്തനാണ് എങ്കിൽ അയാൾ അധമനാണ്. യോ അഗ്നിഹോത്രപരോ ദന്തഃ സബ്രാഹ്മണ ഇതി സ്മൃതഃ. ആരാണോ ഈ പഠിച്ചതായ വേദമന്ത്രങ്ങളെ കൊണ്ട് അഗ്നിഹോത്രത്തെ ചെയ്യുന്നത്, ആ അഗ്നിഹോത്രം വളരെയേറെ പ്രതീകാത്മകമായ അർത്ഥവത്തായിട്ടുള്ള ഒരു യജ്ഞകർമ്മമാണ്. ആ യജ്ഞകർമ്മം ഈ ലോകഹിതത്തിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതായ സർവകർമ്മങ്ങളുടെയും പ്രതീകമാണ്. ഇതിനെ വികസിപ്പിച്ചതാണ് ബാക്കി എല്ലാ കർമ്മങ്ങളും. കൃഷിയായാലും കച്ചവടമായാലും അധ്യയനമായാലും അധ്യാപനമായാലും യുദ്ധമായാലും എന്തു തന്നെയായാലും ദേശരക്ഷ, അതൊക്കെ വലിയ തപസ്സാണ്. അപ്പോൾ ഇതെല്ലാം അഗ്നിഹോത്രത്തിൻ്റെ വിപുലനമാണ്. അല്ലെങ്കിൽ അഗ്നിഹോത്രമെന്ന് പറഞ്ഞത് കൃഷി, കച്ചവടം, ദേശരക്ഷ തുടങ്ങിയതായ വലിയ വലിയ പ്രവൃത്തികളുടെയെല്ലാം അത്യധികം പ്രതീകാത്മകമായിരിക്കുന്ന പവിത്രമായ സ്വരൂപമാണ്. അങ്ങനെയുള്ളതായ അഗ്നിഹോത്രം താൻ പഠിച്ചതായ ഈ വിദ്യ കൊണ്ട് ഭംഗിയായിട്ട് ആരാണോ നിർവഹിക്കുന്നത് അയാളാണ് സബ്രാഹ്മണ ഇതി സ്മൃത. അയാളാണ് ബ്രാഹ്മണൻ. അയാളുടെ അച്ഛൻ ഏത് ജാതിയിൽ പിറന്നയാളായിക്കൊള്ളട്ടെ, അയാളുടെ അമ്മ ഏത് ജാതിയിൽ പിറന്നയാളായിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ളയാളാണ് ബ്രാഹ്മണൻ. പഠിച്ച കാര്യങ്ങൾ ലോക നന്മയ്ക്ക് വേണ്ടി അഗ്നിഹോത്ര വിശുദ്ധിയോടെ, അത്ര കണ്ട് പവിത്രമായ സങ്കല്പത്തോടെ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നയാൾ, അയാളാണ് ബ്രാഹ്മണൻ. വളരെ സ്പഷ്ടമായിട്ട് യക്ഷനോട് യുധിഷ്ഠിരൻ പറയുന്നതായ ഉത്തരം. വീണ്ടും ഏതാനും ചോദ്യങ്ങൾ കൂടി യക്ഷൻ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യക്ഷൻ പറയുന്നു, വ്യാഖ്യാതാതേ ത്വയാ പ്രശ്ന യാഥാതഥ്യം പരന്തപ. അല്ലയോ യുധിഷ്ഠിര, അങ്ങ് ഞാൻ ചോദിച്ചതായ ചോദ്യങ്ങൾ, വളരെയേറെ ചോദ്യങ്ങളുണ്ട്, അവയൊന്നും തന്നെ ഇവിടെ ഈ സന്ദർഭത്തിൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ചർച്ച ചെയ്തില്ല എന്ന് മാത്രം. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അങ്ങ് ഉത്തരം പറഞ്ഞു. വളരെ സമർത്ഥമായ ഉത്തരം പറഞ്ഞു, വളരെ കൃത്യമായിരിക്കുന്ന ഉത്തരം പറഞ്ഞു. എനിക്ക് ആ ഉത്തരങ്ങൾ കേട്ടിട്ട് വളരെയേറെ സന്തോഷമായി കഴിഞ്ഞു. അങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണ്, അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്. അല്ലയോ
യുധിഷ്ഠിര, ഇനി ഇതാ ഒരു ചോദ്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, അതിനും കൂടി അങ്ങ് ഉത്തരം പറയുക. പുരുഷം ത്വിദാനീം വ്യാഖ്യാഹി യശ്ച സർവധനീ നര. ഈ ഭൂമിയിൽ എല്ലാ പ്രകാരത്തിലുമുള്ള ധർമ്മങ്ങളോടുകൂടിയ മനുഷ്യൻ ആരാണ് അങ്ങ് പറഞ്ഞു തന്നാൽ? ഈ ലോകത്തിലെ എല്ലാ ആളുകളും ധനം ആഗ്രഹിക്കുന്നു, പരിധിയില്ലാത്ത ധനം ആഗ്രഹിക്കുന്നു. ധനത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ ഏറെയുണ്ട്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ധനം വേണം. ധനമുണ്ടെങ്കിൽ ഭഗവാന്റെ തിരുനടയിൽ നിലവിളക്ക് കൊളുത്താൻ പോലും ആകുള്ളൂ. സന്ധ്യാസമയത്ത് ഒരു ദീപം കൊളുത്തണമെങ്കിൽ പോലും എണ്ണ വാങ്ങാൻ പൈസ ഉണ്ടായാലേ പറ്റൂ. അങ്ങനെ ധനം വേണം. ഭക്ഷണം കഴിക്കാൻ, വീടുണ്ടാകാൻ, മാന്യമായി ജീവിക്കാൻ എന്ന് മാത്രമല്ല, സമൂഹത്തിന് സേവനം ചെയ്യാനും ധനം വേണം. നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ, സ്കൂളുകൾ ഉണ്ടാക്കാൻ, കോളേജുകൾ ഉണ്ടാക്കാൻ, ആതുരാലയങ്ങൾ ഉണ്ടാക്കാൻ, അങ്ങനെ അങ്ങനെ രാജ്യരക്ഷ ചെയ്യാൻ ധനം വേണം. ധനം ഒരിക്കലും ഹീനമല്ല. പക്ഷെ അതെല്ലാം ഇതേപോലുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ബ്രാഹ്മണ്യം എന്നുള്ള സ്വഭാവത്തോടു കൂടിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.